السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. وابسة بن معبد الأسدي رضي الله عنه ذكر حديث الكلام أن النبي صلى الله عليه وسلم رأى رجلا يصلي خلف الصف وحده فأمره أن يعيد الصلاة وقال لا صلاة لمنفرد خلف الصف. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തി സൊഫിൻ്റെ പിറകിലായിക്കൊണ്ട് ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതായി നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയുണ്ടായി. ഫഅമറഹു അൻ യുഈദ الصلاة. ആ മനുഷ്യനോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിസ്കാരം വീണ്ടും ആവർത്തിച്ച് നിസ്കരിക്കണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ സ്വലാത്ത ലിമുൻഫരിദിൻ ഖൽഫ സ്സഫി. ഒരു മനുഷ്യൻ സൊഫിൻ്റെ പിറകിൽ ഒറ്റയ്ക്ക് നിന്ന് നമസ്കരിച്ചു കഴിഞ്ഞാൽ അവന് നമസ്കാരമേ ഇല്ല എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. പലപ്പോഴും പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് പറഞ്ഞു വെച്ചത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സഫ് പൂർത്തിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കയറി നിൽക്കേണ്ടത് ആ ഫുർജത്തിലേക്കാണ്, ആ ഒരു വിടവിലേക്കാണ്. ഇപ്പോൾ ഒന്നാമത്തെ സഫ് ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ട്, ഒരാൾക്ക് നിൽക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് എങ്കിൽ ഒരാൾ രണ്ടാമത്തെ സഫിൽ വന്നുകൊണ്ട് നമസ്കരിക്കുക എന്നുള്ളത് അത് അയാളുടെ നിസ്കാരം ശരിയാവാതിരിക്കാനുള്ള കാരണമാണ് എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിത ലോകത്ത് 3 രൂപത്തിൽ ഈ ഹദീസിനെ വിശദീകരിച്ചതായി കൊണ്ട് കാണുവാൻ സാധിക്കും. ഒന്നാമതായി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പണ്ഡിതന്മാരുടെയൊക്കെ അഭിപ്രായ പ്രകാരം ഒരാൾ ഇനി എങ്ങനെ നമസ്കരിച്ചാലും ഒറ്റയ്ക്ക് ഒരാൾ പിറകിൽ നിന്ന് നമസ്കരിച്ചാൽ അയാളുടെ നിസ്കാരം സ്വഹീഹല്ല, ആ നിസ്കാരം അയാൾ മാറ്റി നിസ്കരിക്കണമെന്നാണ്. ഇപ്പോൾ ഒരാൾ ഒരു ഫസ്റ്റത്തെ സഫ് ഫുള്ളായിട്ടുണ്ട്, ഒരാൾക്ക് പോലും നിൽക്കാൻ ഗ്യാപ്പില്ല. അയാൾ വന്നു, പള്ളിയിലേക്ക് വന്നു. അപ്പം ഇനി അയാൾ അവിടെ നിൽക്കണം, അയാൾ അവിടെ കാത്തു നിൽക്കണം. ഒരാൾ വരുന്നത് വരേക്കും അയാൾ അവിടെ കാത്തു നിൽക്കണം. അല്ലാതെ അയാൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ അയാളുടെ നമസ്കാരം ബാത്തിലാണ് എന്നാണ്. എത്രത്തോളം പണ്ഡിതന്മാർ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ അവിടെ കാത്തു നിന്നു, അയാൾ ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞു, രണ്ടാമത്തെ റക്അത്ത് കഴിഞ്ഞു, ഒരാളും വന്നില്ല, 4 റക്അത്തും കടന്നു കഴിഞ്ഞു പോയി. അങ്ങനെയാണെങ്കിലും ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ ആ മനുഷ്യന് ആ ജമാഅത്തിൻ്റെ നമസ്കാരം അയാൾക്ക് പൂർണ്ണമായി, അതിൻ്റെ പ്രതിഫലം പൂർണ്ണമായും അയാൾക്ക് ലഭിക്കുകയും ചെയ്യും. കാരണം അയാൾ ജമാഅത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ പള്ളിയിലേക്ക് വന്നത്. ഇതാണ് ഒന്നാമത്തെ പണ്ഡിത ലോകത്തിലുള്ള അഭിപ്രായം. രണ്ടാമത്തെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ഈ ഒറ്റയ്ക്കൊരാൾ നിസ്കരിച്ചാൽ അയാളുടെ നിസ്കാരം സ്വഹീഹാണ്, ശരിയാണ്, പക്ഷേ അതൊരു മക്റൂഹായ വെറുക്കപ്പെട്ട കാര്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസ് വന്നു എന്നുള്ളതിൻ്റെ പേരിൽ അതൊരു വെറുക്കപ്പെട്ട കാര്യമാണ് എന്നാണ് പണ്ഡിതന്മാർ മറ്റൊരു രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഫ് പൂർണ്ണമായിട്ടുണ്ട്, സഫ് ഇനി ഒന്നാമത്തെ സഫിലേക്ക് കയറി നിൽക്കാൻ യാതൊരു സ്ഥലമില്ല, ഒരാൾ വരുന്നത് പ്രതീക്ഷിക്കാനും കഴിയൂല. അങ്ങനെയാണെങ്കിൽ ഒരാൾ പിറകിൽ നിന്ന് ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അയാളുടെ നിസ്കാരം സ്വഹീഹാണ്. എന്നാൽ ഫ്രണ്ട് സഫിൽ എന്തുണ്ട്? ഫ്രണ്ട് സഫിൽ ഗ്യാപ്പ് ഉണ്ട്. എന്നിട്ടും അയാൾ എന്ത് ചെയ്യാണ്? പിറകിൽ ഒറ്റയ്ക്ക് നിന്ന് നമസ്കരിക്കുകയാണെങ്കിൽ അയാളുടെ നിസ്കാരം ബാത്തിലാണ്. ആ നിസ്കാരം അയാൾ മടക്കി നിസ്കരിക്കേണ്ടതുമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞ മൂന്നാമത്തെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ സുമാർ വന്നിട്ട് പള്ളിയിലേക്ക് കയറിയിട്ട് നമ്മൾ സഫ് പൂർത്തിയായിട്ടുണ്ടോ, സഫ് വിടവുണ്ടോ എന്നൊന്നും നോക്കാതെ നമുക്കിഷ്ടമുള്ളൊരു സ്ഥലത്ത് വന്നു കണ്ട് നിസ്കരിക്കുക എന്നുള്ളത് എന്തല്ല, ശറഈൽ അനുവദിക്കപ്പെട്ട കാര്യമല്ല. സഫ് പൂർത്തീകരിക്കുക എന്നുള്ളത് നിസ്കാരത്തിൻ്റെ പൂർത്തീകരണമായിക്കൊണ്ട് തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.